ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 12-ാം അധ്യായത്തെക്കുറിച്ചാണ്. ബൈബിളിൽ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 12-ാം അധ്യായം ശലോമോന്റെ മരണത്തിന് ശേഷം യഹൂദയുടെ രാജാവായ രെഹബയാമിന്റെ ഭരണത്തിലെ ഒരു നിർണായക സംഭവത്തെ അവതരിപ്പിക്കുന്നു. രെഹബയാമിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്ത് രാജ്യം ശക്തിപ്പെട്ടെങ്കിലും ശക്തി ലഭിച്ചതിന് ശേഷം അവനും ജനവും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. അതിന്റെ ഫലമായി ഈജിപ്തിലെ രാജാവായ ശീശക് യെരുശലേമിനെ ആക്രമിക്കുകയും യഹൂദയിലെ കോട്ടനഗരങ്ങൾ കീഴടക്കുകയും ചെയ്തു. എന്നാൽ ഈ അധ്യായത്തിന്റെ സന്ദേശം ന്യായവിധിയിൽ മാത്രം അവസാനിക്കുന്നില്ല. രെഹബയാമും യഹൂദയിലെ പ്രഭുക്കന്മാരും തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അവർക്ക് കരുണ കാണിച്ചു. അതുകൊണ്ട് ഈ അധ്യായം അനുസരണക്കേടിന്റെ ഫലം, ആത്മീയ വീഴ്ച, ദൈവിക ശിക്ഷ, മാനസാന്തരം, വിനയം, കരുണ എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ ആത്മീയ പഠനമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ മരണശേഷം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം ഇസ്രായേലായും തെക്കൻ രാജ്യം യഹൂദയായും മാറി. രെഹബയാം യഹൂദയുടെ രാജാവായി. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യം ശക്തിപ്പെട്ടു. എന്നാൽ ആ ശക്തി അവനെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവനാക്കുന്നതിനു പകരം ആത്മീയമായി അശ്രദ്ധനാക്കി. 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ദിനവൃത്താന്തകാരൻ വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. രെഹബയാം രാജ്യത്വം ഉറപ്പിച്ച് ശക്തനായപ്പോൾ അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. ഇതാണ് ഈ അധ്യായത്തിന്റെ ആത്മീയ പ്രതിസന്ധിയുടെ ആരംഭം. ശക്തി ലഭിച്ചപ്പോൾ ദൈവത്തെ മറന്ന മനുഷ്യൻ. രെഹബയാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന്റെ ബലഹീനതയല്ല, അവന്റെ ശക്തിയാണ്. ദൈവം രാജ്യം ഉറപ്പിച്ചു. എന്നാൽ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം അവൻ ദൈവത്തെ ഉപേക്ഷിച്ചു. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യം നമുക്ക് കാണാം. പ്രതിസന്ധിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ സമൃദ്ധിയിൽ ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം, രോഗം, പരാജയം, അപകടം തുടങ്ങിയ സമയങ്ങളിൽ പലരും ദൈവത്തോട് അടുത്തു വരുന്നു. എന്നാൽ സമാധാനം, സമ്പത്ത്, അധികാരം, വിജയം എന്നിവ ലഭിച്ചപ്പോൾ പ്രാർത്ഥന കുറയുകയും ദൈവാശ്രയം ക്ഷയിക്കുകയും ചെയ്യാം. അതിനാൽ ഏറ്റവും വലിയ പരീക്ഷണം ചിലപ്പോൾ പ്രതിസന്ധിയല്ല, സമൃദ്ധിയാണ്. അനുസരണക്കേടിന്റെ ഫലം. രെഹബയാമും ജനവും ദൈവത്തിന്റെ ന്യായപ്രമാണം ഉപേക്ഷിച്ചപ്പോൾ ശീശക് രാജാവ് യെരുശലേമിനെതിരെ വന്നു. ഈജിപ്തിലെ രാജാവായ ശീശക് അനേകം രഥങ്ങളുമായി വന്നു, കുതിരപ്പടയുമായി വന്നു, വലിയ സൈന്യവുമായി മുന്നേറി യഹൂദയിലെ കോട്ടനഗരങ്ങൾ പിടിച്ചെടുത്തു. ഒടുവിൽ യെരുശലേമിലേക്കും എത്തി. ഇതൊരു സൈനിക സംഭവം മാത്രമല്ല. ദിനവൃത്താന്തകാരൻ അതിനെ ആത്മീയ അനുസരണക്കേടിന്റെ ഫലമായി അവതരിപ്പിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അവർ പുറം ശത്രുവിനെ നേരിടേണ്ടി വന്നു. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഞാനും നിങ്ങളെ. ദൈവം ശമയ്യ പ്രവാചകനിലൂടെ രെഹബയാമിനോടും പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അവരുടെ പരാജയത്തിന്റെ കാരണം വ്യക്തമായിരുന്നു. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. ഇവിടെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു പ്രധാന തത്വം കാണാം. ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, അവരെ ഉണർത്താനും തിരികെ കൊണ്ടുവരാനുമാണ്. ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പിന്നിലും വീണ്ടെടുപ്പിന്റെ ഉദ്ദേശമുണ്ട്. യഹോവ നീതിമാൻ, ഒരു മാനസാന്തരത്തിന്റെ തുടക്കം. ശമയ്യാവിന്റെ സന്ദേശം കേട്ടപ്പോൾ യഹൂദയിലെ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി പറഞ്ഞു, യഹോവ നീതിമാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനസാന്തര പ്രഖ്യാപനമാണ്. അവർ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, പ്രവാചകനെ കുറ്റപ്പെടുത്തിയില്ല, ശത്രുവിനെ മാത്രം കുറ്റപ്പെടുത്തിയില്ല, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയില്ല. പകരം അവർ ദൈവത്തിന്റെ നീതി അംഗീകരിച്ചു. യഥാർത്ഥ മാനസാന്തരം ആരംഭിക്കുന്നത് എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നിടത്താണ്. വിനയം ദൈവത്തിൻ്റെ കരുണയുടെ വാതിലാണ്.
അവർ തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം ശമയ്യാവിനോട് അരുളി ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കാതെ കുറെ രക്ഷ നൽകും. ഇവിടെ 2 ദിനവൃത്താന്തം 7:14 തത്വം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. വിനയം, പ്രാർത്ഥന, മാനസാന്തരം, ദൈവിക കരുണ. ദൈവം വിനയമുള്ള ഹൃദയത്തെ തള്ളിക്കളയുന്നില്ല. ശീശക്കിന്റെ കയ്യിൽ നിന്നും പൂർണ്ണമായും അവരെ വിടുവിച്ചില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സൂക്ഷ്മമായ കാര്യമുണ്ട്. ദൈവം അവരെ പൂർണ്ണമായി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവർക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു. ശീശക് യെരുശലേമിലെ ദൈവാലയത്തിലെ നിക്ഷേപങ്ങളും രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സ്വർണ പരിചകൾ പോലും എടുത്തു. അതിൻ്റെ സ്ഥാനത്ത് രെഹബെയാം വെങ്കല പരിചകൾ ഉണ്ടാക്കി. ഇത് ഒരു വലിയ ആത്മീയ പാഠമാണ്. മാനസാന്തരം ക്ഷമ കൊണ്ടുവരാം, എന്നാൽ തെറ്റായ തീരുമാനങ്ങളുടെ എല്ലാ ഭൗമിക പ്രത്യാഘാതങ്ങളും ഉടൻ ഇല്ലാതാകണമെന്നില്ല. ദൈവം ക്ഷമിച്ചാലും ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ശേഷിച്ചേക്കാം. എന്നാൽ ശിക്ഷയുടെ നടുവിലും ദൈവത്തിൻ്റെ കരുണ മനുഷ്യനെ പൂർണ്ണമായി തകർന്നു പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. സ്വർണ പരിചകൾക്ക് പകരം വെങ്കല പരിചകൾ. ഈ സംഭവം അധ്യായത്തിലെ ഏറ്റവും ശക്തമായ പ്രതീകങ്ങളിലൊന്നാണ്. ശലോമോന്റെ കാലത്ത് സ്വർണത്തിന്റെ സമൃദ്ധിയുണ്ടായിരുന്നു. ഇപ്പോൾ രെഹബെയാമിന്റെ കാലത്ത് അതിന്റെ സ്ഥാനത്ത് വെങ്കലം വന്നു. ഇത് ആത്മീയമായി നമ്മെ ചിന്തിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള സമൃദ്ധി നഷ്ടപ്പെട്ടപ്പോൾ പുറം മഹത്വവും കുറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. പുറമേയുള്ള സ്വർണം നഷ്ടപ്പെടുന്നതിലും വലിയ നഷ്ടം ദൈവ സാന്നിധ്യവും ആത്മീയ സമ്പത്തും നഷ്ടപ്പെടുന്നതാണ്. ഇന്ന് ഒരു സഭയ്ക്ക് മനോഹരമായ കെട്ടിടവും വലിയ സാമ്പത്തിക ശേഷിയും വലിയ ജനക്കൂട്ടവും ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവ സാന്നിധ്യവും വിശുദ്ധിയുമില്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. രെഹബെയാമിന്റെ പാപത്തിനിടയിലും ദൈവം യഹൂദയെ പൂർണ്ണമായി നശിപ്പിച്ചില്ല. ഇവിടെ ദൈവത്തിന്റെ കരുണയും ന്യായവും ഒരുമിച്ച് കാണാം. ദൈവം പറഞ്ഞു, എന്നാൽ അവർ അവന്റെ ദാസന്മാരാകും. അതായത് അവർ പൂർണ്ണമായി നശിക്കാതെ ദൈവത്തിന്റെ ശിക്ഷയെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇത് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പോലും ഒരു ആത്മീയ ലക്ഷ്യമുണ്ടെന്ന് കാണിക്കുന്നു. ദൈവത്തിന്റെ കരുണ നമ്മെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നതല്ല, പാപത്തിൽ നിന്ന് തിരികെ വരാനുള്ള അവസരം നൽകുന്നതാണ്. രെഹബെയാമിന്റെ ജീവിതത്തിലെ വിരോധാഭാസം. രെഹബെയാമിന്റെ ജീവിതം ഒരു വലിയ വിരോധാഭാസമാണ്. ഒരു വശത്ത് രാജ്യത്വം, സമ്പത്ത്, ശക്തി, കോട്ടനഗരങ്ങൾ, രാജകീയ മഹത്വം. മറ്റൊരു വശത്ത് ദൈവത്തെ ഉപേക്ഷിക്കൽ, ആത്മീയ വീഴ്ച, ശത്രുവിന്റെ ആക്രമണം, സമ്പത്തിന്റെ നഷ്ടം, വെങ്കല പരിചകളുടെ കാലം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് പുറമേയുള്ള ശക്തി ഉള്ളിൽ ആത്മീയ ശക്തിയുണ്ടെന്നതിന് തെളിവല്ല. മാനസാന്തരത്തിന്റെ ദൈവശാസ്ത്രം. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വിഷയം മാനസാന്തരമാണ്. മാനസാന്തരം വെറും ദുഃഖമല്ല, അത് 3 ഘട്ടങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. 1, തെറ്റ് തിരിച്ചറിയുക. ഇവിടെ ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. 2, തെറ്റ് അംഗീകരിക്കുക. ഇവിടെ പറയുന്നത് യഹോവ നീതിമാൻ എന്നാണ്. 3, ദൈവത്തിന് മുമ്പിൽ താഴ്മപ്പെടുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കരുണയാണ് ലഭിച്ചത്. ഇതാണ് യഥാർത്ഥ മാനസാന്തരത്തിന്റെ ആത്മാവ്. നേതൃത്വത്തിനുള്ള വലിയ പാഠം എന്തെന്നാൽ രെഹബെയാം ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ തീരുമാനങ്ങൾ മുഴുവൻ രാജ്യത്തെയും ബാധിച്ചു. ഇവിടെ നേതൃത്വം സംബന്ധിച്ച വലിയൊരു സത്യം കാണാം. ഒരു നേതാവിന്റെ ആത്മീയ വിജയം വ്യക്തിപരമായ കാര്യമല്ല, അത് സമൂഹത്തെ സ്വാധീനിക്കുന്നു. കുടുംബത്തിലെ പിതാവിന്റെയും മാതാവിന്റെയും ആത്മീയ ജീവിതം കുടുംബത്തെ സ്വാധീനിക്കുന്നു. സഭയിലെ നേതാക്കളുടെ ജീവിതം സഭയെ സ്വാധീനിക്കുന്നു. സാമൂഹിക നേതാക്കളുടെ മൂല്യങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നേതൃത്വത്തിന്റെ ആദ്യ ഉത്തരവാദിത്വം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നതാണ്.
ഇവിടെ പുതിയ നിയമത്തിലെ ഒരു ബന്ധം നമുക്ക് കാണാം. ഈ അധ്യായത്തിന്റെ സന്ദേശം യേശുക്രിസ്തുവിൽ കൂടുതൽ ആഴത്തിൽ പൂർത്തിയാകുന്നു. പഴയ നിയമത്തിൽ ജനങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ ശിക്ഷ അനുഭവിച്ചു. എന്നാൽ ക്രിസ്തുവിൽ ദൈവം മനുഷ്യനെ തിരികെ തന്റെ അടുക്കലേക്ക് വിളിക്കുന്നു. യേശു പ്രഖ്യാപിച്ച സന്ദേശം മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4:17 അതുകൊണ്ട് 2 ദിനവൃത്താന്തം 12 നമ്മെ ക്രിസ്തീയ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. മാനസാന്തരം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല, ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഇന്നത്തെ സഭയ്ക്കുള്ള പ്രയോഗങ്ങൾ എന്തെന്നാൽ, 1. അനുഗ്രഹത്തിൽ ദൈവത്തെ മറക്കരുത്. പ്രതിസന്ധിയിൽ മാത്രം പ്രാർത്ഥിക്കുന്ന വിശ്വാസം പൂർണ്ണമായ വിശ്വാസമല്ല. സമൃദ്ധിയിലും ദൈവത്തെ അന്വേഷിക്കണം. 2. ശക്തി ലഭിക്കുമ്പോൾ കൂടുതൽ വിനയപ്പെടുക. അധികാരം വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയും വർദ്ധിക്കണം. 3. ആത്മീയ വീഴ്ച തിരിച്ചറിയുക. പ്രാർത്ഥന കുറയുന്നുണ്ടോ? വചനവായന കുറയുന്നുണ്ടോ? വിശുദ്ധിയോടുള്ള താല്പര്യം കുറഞ്ഞോ? ദൈവ സാന്നിധ്യത്തെക്കാൾ ലോകസമ്പത്ത് പ്രധാനമായോ? ഇവയെല്ലാം ആത്മീയ മുന്നറിയിപ്പുകളാണ്. 4. തെറ്റ് സമ്മതിക്കാൻ പഠിക്കുക. യഹോവ നീതിമാൻ എന്ന രെഹബയാമിന്റെ സമ്മതം ഇന്ന് നമ്മെയും വെല്ലുവിളിക്കുന്നുണ്ട്. 5. മാനസാന്തരത്തിന് ഒരിക്കലും വൈകിയിട്ടില്ല. നാം എത്ര ദൂരെ പോയാലും ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. 6. ക്ഷമയും പരിണിത ഫലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ദൈവം ക്ഷമിച്ചാലും നമ്മുടെ തെറ്റുകളുടെ ചില ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മെ ആ ഫലങ്ങളിൽ നിന്ന് തകർന്നു പോകാതെ സംരക്ഷിക്കുന്നു. വ്യക്തിപരമായി നാം ഒന്ന് ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഈ അധ്യായം നമ്മോട് ചില ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അനുഗ്രഹം ലഭിച്ചപ്പോൾ ഞാൻ ദൈവത്തെ മറന്നിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ആത്മീയ വീഴ്ചകൾ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ? ദൈവത്തിന് മുമ്പിൽ ഞാൻ താഴ്മപ്പെടുന്നുണ്ടോ? മാനസാന്തരത്തിന് ഞാൻ തയ്യാറാണോ? പുറമേയുള്ള സ്വർണം സംരക്ഷിക്കുമ്പോൾ ഉള്ളിലെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തിന്റെ ശിക്ഷയിലും അവന്റെ കരുണ തിരിച്ചറിയുന്നുണ്ടോ? 2 ദിനവൃത്താന്തം 12 മനുഷ്യന്റെ ആത്മീയ യാത്രയിലെ ഒരു പ്രധാന സത്യത്തെ വെളിപ്പെടുത്തുന്നു. അനുഗ്രഹം ലഭിച്ചതിന് ശേഷം ദൈവത്തെ മറക്കുന്നത് വീഴ്ചയുടെ തുടക്കമാണ്. എന്നാൽ വിനയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത് പുനഃസ്ഥാപനത്തിന്റെ തുടക്കമാണ്. രെഹബയാമിന്റെ ജീവിതത്തിൽ സമൃദ്ധിയും വീഴ്ചയും കാണുന്നു. ദൈവത്തെ ഉപേക്ഷിച്ചതിന്റെ ഫലമായി ശത്രു വന്നു. സമ്പത്ത് നഷ്ടപ്പെട്ടു. സ്വർണ പരിചകൾക്ക് പകരം വെങ്കല പരിചകൾ വന്നു. എന്നാൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം കരുണ കാണിച്ചു. ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശിക്ഷ അവസാന വാക്കല്ല, മാനസാന്തരത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാണ്. നമുക്ക് സ്വർണം നഷ്ടപ്പെടാം, സ്ഥാനങ്ങൾ നഷ്ടപ്പെടാം, സമ്പത്ത് നഷ്ടപ്പെടാം, ലോകമഹത്വം നഷ്ടപ്പെടാം. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. അതേസമയം ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഹൃദയത്തിന് അവന്റെ കരുണയുടെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു. 2 ദിനവൃത്താന്തം 12 കേന്ദ്ര സന്ദേശം എന്തെന്നാൽ, സമൃദ്ധിയിൽ ദൈവത്തെ മറക്കരുത്, ശക്തിയിൽ അഹങ്കരിക്കരുത്. വീഴ്ച സംഭവിച്ചാൽ കുറ്റം മറയ്ക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മപ്പെടുക. കാരണം മാനസാന്തരപ്പെടുന്ന ഹൃദയത്തോട് നീതിമാനായ ദൈവം കരുണ കാണിക്കുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.